നമസ്കാരം. 2026 മാർച്ച് 3 ആകാശത്ത് സംഭവിക്കാനിരിക്കുന്ന ബ്ലഡ് മൂൺ അഥവാ പൂർണ്ണ ചന്ദ്രഗ്രഹണം വാനനിരീക്ഷണ കൗതുകമുള്ളവർക്ക് വലിയൊരു വിരുന്നാണ് ഒരുക്കുന്നത്. സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി എത്തുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്ന പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം. ഇത്തവണത്തെ പ്രത്യേകത ചന്ദ്രൻ കടും ചുവപ്പ് നിറത്തിൽ ദൃശ്യമാകുന്ന ബ്ലഡ് മൂൺ പ്രതിഭാസമാണ് എന്നതാണ്. പ്രപഞ്ചത്തിലെ ഈ അത്ഭുത കാഴ്ച ഇന്ത്യയിൽ ഭാഗികമായി ദൃശ്യമാകുമെന്ന വാർത്തകൾ ഇതിനോടകം തന്നെ ശാസ്ത്രലോകത്തും പൊതുജനങ്ങൾക്കിടയിലും വലിയ താല്പര്യം ജനിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷം സൂര്യപ്രകാശത്തെ അരിച്ചെടുത്ത് ചുവന്ന തരംഗദൈർഘ്യമുള്ള പ്രകാശത്തെ മാത്രം ചന്ദ്രനിലേക്ക് കടത്തിവിടുന്നത് കൊണ്ടാണ് ഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവപ്പായി കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ചന്ദ്രൻ ഈ സമയത്ത് രക്തവർണ്ണത്തിൽ കാണപ്പെടുന്നത് എന്നത് കൗതുകകരമായ ഒരു ശാസ്ത്ര സത്യമാണ്. ഭൂമി സൂര്യപ്രകാശത്തെ പൂർണ്ണമായും തടയുമ്പോഴും ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്ന പ്രകാശം വക്രീകരിക്കപ്പെടുകയും ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നു. നീല നിറത്തിലുള്ള പ്രകാശകിരണങ്ങളെ അന്തരീക്ഷം ചിതറിച്ച് കളയുകയും ചുവന്ന പ്രകാശത്തെ മാത്രം ചന്ദ്രനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ചന്ദ്രനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഭൂമിക്ക് ചുറ്റും ഒരേ സമയം സംഭവിക്കുന്ന എല്ലാ ഉദയാസ്തമയങ്ങളുടെയും ഒരു ചുവന്ന വലയം കാണാൻ സാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു. ഈ പ്രതിഭാസമാണ് ചന്ദ്രനെ ഒരു ചുവന്ന പന്തിനോട് സാദൃശ്യമുള്ളതാക്കി മാറ്റുന്നത്. ഇന്ത്യയിലെ വാനനിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രഹണം കാണുവാൻ സാധിക്കുമെങ്കിലും ചില പരിമിതികളുണ്ട്. അമേരിക്കയിലും പടിഞ്ഞാറൻ യൂറോപ്പിലും ഗ്രഹണം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ദൃശ്യമാകുമ്പോൾ ഇന്ത്യയിൽ ഗ്രഹണത്തിൻ്റെ അവസാന ഘട്ടങ്ങൾ മാത്രമേ കാണാൻ സാധിക്കൂ. മാർച്ച് 3 വൈകുന്നേരം ഇന്ത്യയിൽ ചന്ദ്രൻ ഉദിച്ചു വീഴുമ്പോൾ തന്നെ ഗ്രഹണത്തിൻ്റെ തീവ്രമായ ഘട്ടം അഥവാ ടോട്ടാലിറ്റി കഴിഞ്ഞിട്ടുണ്ടാകും. എങ്കിലും ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ നിന്ന് സാവധാനം പുറത്തു വരുന്ന കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ദില്ലിയിൽ വൈകുന്നേരം 6:18 മുംബൈയിൽ 6:38 ചന്ദ്രൻ ഉദിക്കുമ്പോൾ അത് സാധാരണയേക്കാൾ മങ്ങിയ നിറത്തിലായിരിക്കും കാണപ്പെടുക. ഗ്രഹണം പൂർണ്ണമായും അവസാനിക്കുന്നത് രാത്രി 9:23 അതിനാൽ ചന്ദ്രൻ അതിൻ്റെ സ്വാഭാവികമായ വെള്ളി നിറം തിരികെ ലഭിക്കുന്നത് വരെയുള്ള ഏതാനും മണിക്കൂറുകൾ ഇന്ത്യയിലുള്ളവർക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. കിഴക്കൻ ചക്രവാളം തടസ്സങ്ങളില്ലാതെ കാണാൻ കഴിയുന്ന ഇടങ്ങളിൽ നിന്ന് നോക്കിയാൽ ഈ ആകാശ വിസ്മയം വ്യക്തമായി കാണാൻ സാധിക്കും. പ്രകൃതിയുടെ ഈ അത്ഭുത പ്രതിഭാസം നേരിട്ട് കാണാൻ അവസരം ലഭിക്കുന്നത് ഏതൊരു പ്രകൃതി സ്നേഹിക്കും മറക്കാനാത്ത ഒരു അനുഭവമായിരിക്കും നൽകുക. വെബ് ഡെസ്ക് തത്വമയി TV.